നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് എടുക്കുമ്പോൾ പല താരങ്ങളുടെയും പരിക്ക് ടീമുകളെ വലയ്ക്കുകയാണ്. അർജൻറ്റീനയുടെ ആശങ്ക തുടരുന്നുണ്ട്. ബലേഡിക്ക് ഏറ്റവും ഒടുവിൽ പരിക്ക് പറ്റിയത്. അതേസമയം മറ്റു താരങ്ങൾ റിക്കവറായി വരുന്നു എന്നുള്ളൊരു ആശ്വാസവുമുണ്ട്. പറൗഹുക്ക് പരിക്ക്, ഉറുഗ്വായ്ക്ക് പണി കിട്ടിയ മട്ടാണ്. അരസ്കേറ്റയ്ക്ക് പരിക്ക് പറ്റിയ പ്രശ്നം നേരിടുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ മൊറോക്കോ ബ്രസീലിനെതിരെ കളിക്കാൻ വേണ്ടി റെഡിയാവുകയാണല്ലോ. അപ്പോൾ അവർക്ക് എസബ്ദയുടെ പരിക്ക്, മസ്റോയുടെ പരിക്കൊക്കെ അവരെ അലട്ടുന്നു. അങ്ങനെ എങ്ങനെ നോക്കിയാലും താരങ്ങൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ പരിക്ക് ശക്തി ചോർത്തിക്കളഞ്ഞ ടീമുകളിൽ മുമ്പിൽ ആരാണ്? ഞാൻ പറയും അത് ബ്രസീലാണെന്ന്. കാരണം എന്താണെന്നറിയോ? ബ്രസീലിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെസ്ലിയെ നഷ്ടമായി. ബ്രസീലിൻ്റെ വലതു പാർശ്വത്തിൽ കുറേ കാലത്തിന് ശേഷം പ്രതീക്ഷ വെക്കാവുന്നൊരു വിങ് ബാക്കിനെ കിട്ടിയതായിരുന്നു. അറ്റാക്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, ഡിഫൻസിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള താരത്തെ ആഞ്ചലോട്ടി ഏറെ പ്രതീക്ഷയോടുകൂടി ടീമിലേക്ക് എടുത്ത താരത്തെ അവർക്ക് നഷ്ടമാകുന്നു. വെസ്ലി മാത്രമല്ല, വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഫിറ്റാണെങ്കിൽ കണ്ണുമടച്ച് ഇടം കിട്ടുമായിരുന്ന 4 താരങ്ങളാണ് പുറത്തായിരിക്കുന്നത്. എദർ മിലിറ്റാവോ ബ്രസീലിൻ്റെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഉറപ്പിച്ച സ്ഥാനം ഉണ്ടായേനെ. ഇനി സെൻട്രൽ ബാക്ക് അല്ലെങ്കിൽ റൈറ്റ് ബാക്കായിട്ടും കോച്ച് കളിപ്പിച്ചേനെ. അദ്ദേഹം പരിക്കേറ്റ് പുറത്തായി. റോഡ്രിഗോ, സംശയമുണ്ടോ നിങ്ങൾക്ക്? ബ്രസീലിൻ്റെ പ്ലേയിങ് 11-ൽ വേൾഡ് കപ്പിൽ ഉറപ്പായിരുന്നേനെ. അദ്ദേഹത്തെ നഷ്ടമായി. എസ്റ്റവായോ, ആഞ്ചലോട്ടിക്ക് ടീമിൽ കോച്ചായിട്ട് അദ്ദേഹം വന്നതിന് ശേഷം ഏറെ പ്രിയപ്പെട്ട കളിക്കാരനായിരുന്നു എസ്റ്റവായോ. ചെറിയ പ്രായത്തിൽ വലിയ മാജിക്കുകൾ തനിക്ക് കാണിക്കാൻ കഴിയുമെന്ന് ഫുട്ബോൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത എസ്റ്റവായോ ഈ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ എക്സ് ഫാക്ടർ ആകുമായിരുന്ന എസ്റ്റവായോ പുറത്ത്. ഇപ്പോഴിതാ വെസ്ലിയും. 4 താരങ്ങൾ ഉറപ്പായിട്ടും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടമുണ്ടായിരുന്ന 4 താരങ്ങൾ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി പരിക്ക് പറ്റിയിട്ട്. ബ്രസീലിനോളം ഈ വേൾഡ് കപ്പിൽ പരിക്ക് മൂലം വലഞ്ഞ മറ്റൊരു ടീമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം മറ്റു പല ടീമുകളും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളത് മറക്കുന്നില്ല. അപ്പോൾ നെയ്മറുടെ കാര്യം എന്താവും ഇന്ന് കാത്തിരുന്ന് കാണാം. അത് ഓക്കെ ആവും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ഇനി ഒരു പരിക്ക് കൂടി, ഒരു റീപ്ലേസ്മെൻറ്റ് കൂടിയൊക്കെ വേണ്ടി വന്നാൽ അത് ബ്രസീൽ ടീം താങ്ങില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.